തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തി കൂടുതൽ വെളിപ്പെടുത്തലുകൾ. മുൻ എം പി ടി.എൻ. പ്രതാപനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയുമായി ഒത്തുകളിച്ചുവെന്ന് ആരോപണം. മറ്റത്തൂർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി വോട്ടുകൾ മറിച്ച കണക്കുകൾ പുറത്തെത്തി. പ്രതിരോധിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം. തൃശൂരിലെ മറ്റത്തൂരിൽ നിന്നും ഉയരുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ വളരെയേറെയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അവിശുദ്ധ നീക്കത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ.ആർ. ഔസേപ്പ് തന്നെയാണ് മുൻ എം പി ടി.എൻ. പ്രതാപനെ തോൽപ്പിക്കാനായി ബി.ജെ.പിയുമായി ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയ വിവരവും തുറന്നടിച്ചിരിക്കുന്നത്. മറ്റത്തൂരിൽ യു.ഡി.എഫിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ച കെ.ആർ. ഔസേപ്പ് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തിയിൽ മത്സരിച്ചു ജയിച്ച മുഴുവൻ അംഗങ്ങളും കാലുമാറി മറ്റത്തൂരിൽ ബി.ജെ.പിക്ക് അനുകൂല നിലപാട് കൈക്കൊണ്ടത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം ന്യായവാദങ്ങളുമായി രംഗത്തെത്തുകയും ബി.ജെ.പി ബാന്ധവുമില്ലെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബി.ജെ.പിക്ക് പിന്തുണ നൽകിയ ഒരു കോൺഗ്രസ് പ്രതിനിധി പോലും ഇതുവരെ മറ്റത്തൂരിൽ പിന്തുണ പിൻവലിക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെയും കെ.പി.സി.സി പ്രസിഡന്റിന്റെയും വാദഗതികൾക്ക് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ. മുരളീധരന് വൻ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചു എന്ന് മാത്രമല്ല, കെ. മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്തു. ഉറച്ച കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നുപോലും വ്യാപകമായി വോട്ട് ചോർന്നത് അന്ന് വലിയ വിവാദമായിരുന്നു. ബി.ജെ.പിയുമായി കോൺഗ്രസ് നേതാക്കൾ ഒത്തുതീർപ്പ് നടത്തിയെന്ന ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ അതിനു മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ തോൽപ്പിക്കാൻ ബി.ജെ.പിയുമായി രഹസ്യബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് ആ സമയത്ത് മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ.ആർ. ഔസേപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തൃശൂർ ഡി.സി.സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി.എം. ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന തന്നെ സമീപിച്ച് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെതിരെ വോട്ട് മറിക്കാനും പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കാനും ആവശ്യപ്പെട്ടുവെന്നും ഇതിനു പിന്നിൽ ജില്ലയിലെ ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നതുമായാണ് കെ.ആർ. ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിൽ താൻ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ചതോടെ ടി.എൻ. ചന്ദ്രന്റെ നേതൃത്വത്തിൽ 4 പ്രാദേശിക നേതാക്കൾ തന്റെ വീട്ടിൽ കാണാനെത്തിയെന്നും ബി.ജെ.പി പിന്തുണയോടെ ഭരണം പിടിക്കാമെന്നും തന്നെ പ്രസിഡന്റാക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഔസേപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തെളിവായി ടി.എൻ. ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാത്രി തന്റെ വീട്ടിലെത്തിയതിന്റെ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. മുൻ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിന്റെ അടുത്ത അനുയായിയാണ് ഡി.സി.സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി.എൻ. ചന്ദ്രൻ. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വേളകളിലും വ്യാപകമായി വോട്ട് മറിക്കലുകൾ നടന്നിട്ടുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വാർഡ് 1-ലെ നൂലുവള്ളിയിൽ ജയിച്ച ബി.ജെ.പി 768 വോട്ട് നേടിയപ്പോൾ യു.ഡി.എഫിന് ലഭിച്ചത് വെറും 44 വോട്ടാണ്. ബി.ജെ.പി ജയിച്ച മറ്റൊരു വാർഡായ 3ാം വാർഡിലെ കൊറേച്ചാലിൽ ബി.ജെ.പി 668 വോട്ട് നേടിയപ്പോൾ യു.ഡി.എഫിന് 58 വോട്ട് മാത്രമാണ് കിട്ടിയത്. യു.ഡി.എഫ് ജയിച്ച മുരിക്കുങ്ങലിൽ 664 വോട്ട് കിട്ടിയപ്പോൾ ബി.ജെ.പി വോട്ട് കുത്തനെ ഇടിഞ്ഞു, വെറും 66 മാത്രം. കൊടുങ്ങ മണ്ഡലത്തിൽ യു.ഡി.എഫ് 553 വോട്ട് കിട്ടി ജയിച്ചപ്പോൾ ബി.ജെ.പി വോട്ട് 146 വീണ്ടും ഇടിഞ്ഞു. മറ്റത്തൂരിൽ നിലനിന്ന കോൺഗ്രസ് ബി.ജെ.പി സഖ്യത്തിന്റെ ജീവിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇത്. ഈ വസ്തുതകളെ നിഷേധിക്കാനോ ന്യായീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. കേവലം ആരോപണങ്ങളല്ല, ആസൂത്രിത വഞ്ചനയും അട്ടിമറിയുമാണ് മറ്റത്തൂരിൽ അരങ്ങേറിയതെന്ന് തെളിവുകൾ സഹിതം വ്യക്തമായതോടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിശക്ത പ്രതിഷേധമാണ് മറ്റത്തൂരിൽ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്. അസംതൃപ്തരായ ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യ പ്രതികരണങ്ങളുമായി ഇതിനോടകം രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം. കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ നടന്ന പ്രതിഷേധ റാലിയിൽ അണിനിരന്ന വൻ ജനാവലി തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യം. മറ്റത്തൂരിൽ നടന്ന ഒത്തുകളി രാഷ്ട്രീയത്തിന് പുറമെ മുൻ എം പി ടി.എൻ. പ്രതാപനെ പരാജയപ്പെടുത്താനായി ബി.ജെ.പി നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തുവന്നതോടെ ഇത് കേരള രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്.